ഞാൻ എസ്.കെ.ജെ.യു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ 1924 കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടന രൂപീകരിച്ചുകൊണ്ട് പരസ്യമായി പരിഷ്കർത്താക്കൾ രംഗത്തിറങ്ങുകയും അറേബ്യയിലെ വഹാബി നേതാക്കളായ മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ്, ഇബ്നു തൈമിയ എന്നിവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ആരംഭിച്ചു. ഇതോടെ യാഥാസ്ഥിതികരും സലഫികളും തമ്മിൽ ആശയപരമായ ഏറ്റുമുട്ടലുകൾക്ക് അരങ്ങൊരുങ്ങി. ഇതേ തുടർന്ന് മലബാറിലെ പ്രസിദ്ധ സൂഫി സിദ്ധനായിരുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ പാരമ്പര്യവാദികൾ രണ്ടാം യോഗം കൂടുകയും കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടന രൂപീകരിക്കുകയും ചെയ്തു. എന്നാൽ പരിഷ്കരണവാദികൾ ഈ പേരിൽ സംഘടന രജിസ്റ്റർ ചെയ്യുകയും തുടർ നടപടികളുമായി മുന്നോട്ടു പോവുകയും ചെയ്തിരുന്നതിനാൽ സംഘടനയുടെ പേര് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നാക്കുകയായിരുന്നു. കേരളത്തിലെ 5800ഓളം വരുന്ന മഹല്ലുകളിൽ ഭൂരിപക്ഷത്തിന്റെയും നേതൃത്വം സമസ്തയുടെ ഉത്തരവാദിത്വത്തിലാണ് വരുന്നത്. 10000ഓളം വരുന്ന ഇസ്ലാം മത പഠനശാലകളായ മദ്രസകൾക്കും നേതൃത്വം നൽകുന്നതും സമസ്തയാണ്. നിലപാട് മാറുന്നതിന്റെ മുമ്പ് നിലനിൽപ്പ് പരിശോധന വേണം. സത്യധാര ഏപ്രിൽ 1 മുതൽ 30 വരെ 2013. സമസ്തയുടെ നേതാക്കളായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, കോഴിക്കോട് വലിയ കാസി ജമലുല്ലൈലി തങ്ങൾ, ചെറിയ കാസി നാസർ ഹൈ ശിഹാബുദ്ദീൻ തങ്ങൾ, പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ, സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സയ്യിദ് ഹാഷിം കുഞ്ഞിക്കോയ തങ്ങൾ, തോക്ക അഹമ്മദ് മൗലവി അൽ അസ്ഹരി, സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നുംകൈ എന്നിവരുടെ നേതൃത്വത്തിൽ കേരളത്തിലെ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെയും ദക്ഷിണ കന്നഡ, കൊടക്, ഉടുപ്പി, പുത്തൂർ എന്നീ കർണാടക സംസ്ഥാനത്തെ ജില്ലകളിലെയും നിരവധി മഹല്ലുകൾ കാസിയായി ബൈഅത്ത് ചെയ്തിട്ടുള്ളത്.